ഹലോ, നിങ്ങളുടെ പണം നിങ്ങൾക്കായി കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചാണ്. അയ്യോ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിതിനെപ്പറ്റി അറിയാം. ശരി, അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, ആദ്യം തന്നെ നമ്മളെല്ലാവരും നേരിടുന്ന, പക്ഷേ അധികമാരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ സമ്പാദ്യത്തെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്നൊരു പ്രശ്നം. നിങ്ങളൊരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പണം സേഫായിട്ടിരിക്കുന്നുണ്ടാവാം, പക്ഷെ അതിന്റെ യഥാർത്ഥ മൂല്യം, അതായത് ആ പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നൊരു കൊട്ട സാധനങ്ങളില്ലേ, ഒരു 10 വർഷം കഴിയുമ്പം അതേ സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് ഒരുപക്ഷെ 200 രൂപ കൊടുക്കേണ്ടി വരും. അതായത് സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ പണം അത് പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വളരുന്നില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് പണം നഷ്ടപ്പെടുകയാണ്. വെറുതെ ബാങ്കിലിട്ടാൽ കിട്ടുന്ന പലിശയേക്കാൾ വേഗത്തിലായിരിക്കും പലപ്പോഴും വിലക്കയറ്റം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ പണപ്പെരുപ്പത്തെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാം? അവിടെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു മികച്ച ഓപ്ഷനായി വരുന്നത്. നമ്മുടെ സമ്പാദ്യം വളർത്താനുള്ള ഒരു സ്മാർട്ട് വഴിയാണിത്. എന്താണ് ഈ മ്യൂച്വൽ ഫണ്ടെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഒരുപാട് പേര് കുറച്ചു പൈസ എടുത്ത് ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് ഈ പണം എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ വളർത്തണം എന്നൊക്കെ നന്നായി അറിയാവുന്ന ചില പ്രൊഫഷണലുകളെ ഏൽപ്പിക്കുന്നു. അവരാണ് ഫണ്ട് മാനേജർമാർ. അവരെ നമുക്കുവേണ്ടി ഈ പണം പലയിടത്തായി നിക്ഷേപിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും നിക്ഷേപിക്കാം. കാരണം എക്സ്പേർട്സ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ നോക്കിക്കോടും. പിന്നെ ഒരു 500 രൂപ വെച്ച് പോലും മാസം തോറും നിക്ഷേപം തുടങ്ങാം. ആവശ്യമുണ്ടെങ്കിൽ പണം തിരിച്ചെടുക്കാനും എളുപ്പമാണ്. എല്ലാം നല്ല ട്രാൻസ്പെറൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കൊള്ളാമെന്ന് തോന്നി തുടങ്ങി അല്ലേ? പക്ഷേ ഒരു മിനിറ്റ്, നേരെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് വേണം തുടങ്ങാൻ. ഒന്നാമത്തെ കാര്യം, ഒരു എമർജൻസി ഫണ്ട്. അതായത് പെട്ടെന്നൊരു ജോലി പോയാലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ ഉപയോഗിക്കാൻ വേണ്ടി ഒരു 3 മുതൽ 6 മാസം വരെയുള്ള നമ്മുടെ ചിലവിനുള്ള പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മാറ്റിവെക്കണം. രണ്ടാമത്, ഹെൽത്ത് ഇൻഷുറൻസും ടേം ലൈഫ് ഇൻഷുറൻസും. ഈ 2 സുരക്ഷാ കവചങ്ങളും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിക്ഷേപം തുടങ്ങാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എല്ലാ മാസവും നമ്മളൊരു നിശ്ചിത തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. ശമ്പളക്കാർക്കൊക്കെയാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തേത് ലംസം, കയ്യിലുള്ള ഒരു വലിയ തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കുക. പക്ഷെ ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ഏറ്റവും എളുപ്പവും സുരക്ഷിതവുമായ വഴി SIP തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൂട്ടാളിയുണ്ട്. ആരാണെന്നറിയാമോ? സമയം. അതെ, ടൈം. ദീർഘകാല നിക്ഷേപത്തിന്റെ ഒരു മാജിക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുറേ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ചെറിയ കയറ്റിറക്കങ്ങളൊന്നും നമ്മളെ വലുതായി ബാധിക്കില്ല. കാലം കഴിയുന്തോറും പണപ്പെരുപ്പത്തെ തോൽപ്പിച്ച് നമ്മുടെ പണം വളരും. നമ്മുടെ റിട്ടയർമെന്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം പോലുള്ള വലിയ സ്വപ്നങ്ങൾ നേടാനും ഇത് സഹായിക്കും. ഇതിന് പിന്നിലെ ആ മാന്ത്രിക ശക്തിയാണ് കോമ്പൗണ്ടിംഗ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എല്ലാ മാസവും ഒരു 10,000 രൂപ വെച്ച് 20 വർഷത്തേക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. അവസാനം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടാകും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? അതെ, ഏകദേശം 1 കോടി രൂപ. ഇത് തമാശയല്ല. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. അതായത് പലിശയ്ക്ക് പലിശ കിട്ടുന്ന ഒരു പ്രതിഭാസമാണിത്. നമ്മുടെ നിക്ഷേപം വളരുന്നു, ആ വളർച്ചയുടെ മുകളിൽ വീണ്ടും വളർച്ചയുണ്ടാകുന്നു. ശരിക്കും പണം പണത്തെ ഉണ്ടാക്കുന്നൊരു മാജിക്. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. മാർക്കറ്റ് താഴോട്ടു പോകുമ്പോൾ പേടിച്ച് SIP നിർത്തരുത്. സത്യത്തിൽ അത് കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ്. പിന്നെ പെട്ടെന്നൊന്നും കോടീശ്വരനാകാമെന്ന് വിചാരിക്കരുത്. വ്യക്തമായൊരു ലക്ഷ്യത്തോടെ വേണം നിക്ഷേപിക്കാൻ. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തുവെച്ചാൽ മതി. മാർക്കറ്റ് എപ്പോ കയറും എപ്പോ ഇറങ്ങും എന്ന് പ്രവചിച്ച് സമയം കളയുന്നതിലല്ല കാര്യം. പകരം എത്ര കാലം നമ്മൾ ക്ഷമയോടെ ആ നിക്ഷേപത്തിൽ തുടരുന്നു എന്നതിലാണ് വിജയം. ടൈം ഇൻ ദി മാർക്കറ്റ്, അതാണ് പ്രധാനം. ശരി, ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, അല്ലേ? ശരിയായ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ ഈ യാത്ര കുറച്ചുകൂടി എളുപ്പമാകും. ഇവിടെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്. ഒരു ഉദാഹരണമാണ് റൈറ്റ് ഫിൽസ്. അവരുടെ ഒരു ഫിലോസഫി തന്നെ ഓരോ നാണയവും ശരിയായ രീതിയിൽ എണ്ണപ്പെടുന്നു എന്നതാണ്. അതായത് നിങ്ങളുടെ ഓരോ ചെറിയ നിക്ഷേപത്തിനും മൂല്യമുണ്ട്, അത് ശരിയായി വിനിയോഗിക്കണം എന്ന് സാരം.
ഒരു നല്ല ഗൈഡ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ചേർന്ന ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. വെറുതെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു പോവുകയല്ല, കൃത്യമായ ഇടവേളകളിൽ അത് നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താനും അവർ ഒപ്പമുണ്ടാകും. ഏറ്റവും പ്രധാനമായി ഒരു തുടക്കക്കാരന് വേണ്ട ആത്മവിശ്വാസം അവർ നൽകും. അപ്പോ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഇനിയും വൈകരുത്. കുറച്ച് ക്ഷമയും അച്ചടക്കവുമുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു മികച്ച സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഫീൽസുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ വിവരങ്ങൾ സ്ക്രീനിൽ കാണാം.